നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനം നൽകുകയും വിവേകം നൽകുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ അനുസരിച്ച് ദൈവജനത്തിനോട് സുവിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശദീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവെ, അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപസാഹചര്യത്തിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവെ, യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ നിറയ്ക്കണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവെ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിൻ്റെ ശൂന്യത മാറ്റി ഹൃദയം ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളുടെ വഴികൾ നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവനെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ആമീൻ. ഇന്ന് നമുക്ക് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് പലപ്പോഴും ബൈബിൾ വായിക്കുന്ന സമയത്ത് ചില വാതിലുകളെക്കുറിച്ചും ചില കവാടങ്ങളെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷം വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് മത്സ്യ കവാടം, അജകവാടം, സുന്ദരം എന്ന് വിളിക്കപ്പെടുന്ന കവാടം, ഇങ്ങനെയുള്ള ചില പെട്ടെന്ന് ചില സോളമൻ്റെ കവാടം എന്നൊക്കെ പറഞ്ഞ ചില കവാടങ്ങളെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഞാൻ സുവിശേഷം വായിച്ചോളുന്ന കാലത്തിൽ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. 2012 ജെറുസലേമിലേക്ക് ഒരു പഠനയാത്ര പോയ സമയത്ത് അവർ സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് ചില സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതാണ് ഡമാസ്കസ് ഗേറ്റ്. ഞാൻ വിചാരിച്ചു ഈ ഡമാസ്കസ് എന്ന് പറഞ്ഞ സ്ഥലം അന്ത്യോക്യ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ സിറിയയിലുള്ള സ്ഥലമാണ് ഡമാസ്കസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഡമാസ്കസ് ഗേറ്റ് എന്ന് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഡമാസ്കസിലേക്ക് പോകുന്ന ജെറുസലേമിൽ നിന്ന് തുടങ്ങുന്ന റോഡ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതാണ് ടൂർ ഗൈഡ് പറഞ്ഞ വിഷയം. ജെറുസലേമിൽ നിന്ന് ഡമാസ്കസിലേക്ക് പോകുന്ന ആളുകൾ, പൗലോസ്ലീഹ തൻ്റെ മിഷണറി യാത്രയിൽ യാത്ര ആരംഭിക്കുന്നത് ഈ ഡമാസ്കസ് ഗേറ്റിൽ നിന്ന് ഡമാസ്കസിലേക്ക് പോകുന്ന വഴിയാണ്. പ്രകാശം വന്ന് ദേഹത്തടിക്കുകയും കുതിരപ്പുറത്തുനിന്ന് വീഴുകയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും പിന്നീട് അനന്യാസ് വന്ന് പ്രാർത്ഥിക്കുകയും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുകയും മാനസാന്തരപ്പെടുകയും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനൊക്കെ തുടങ്ങിയ യാത്ര ആരംഭിച്ചത് ഈ ഡമാസ്കസ് ഗേറ്റാണ്. അപ്പം ഇത് പറഞ്ഞ സമയത്ത് നമുക്കൊരു താല്പര്യം തോന്നിച്ചു. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് പറഞ്ഞു, ഈ സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ജെറുസലേമിലെ കാണിച്ചായിരുന്നു. വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു, ഈ ഒരു ആർച്ച് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞു ജാഫ ഗേറ്റ് എന്ന്. അപ്പോൾ എന്താണ് ഈ ജാഫ ഗേറ്റ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ജാഫ എന്ന് പറയുന്നത് ടെലവീവിനടുത്തുള്ള തുറമുഖ നഗരമാണ്. ആ തുറമുഖത്ത് ഇറങ്ങുന്ന ആളുകൾ, ജെറുസലേമിലേക്ക് വരുന്ന ആളുകൾ ഈ ജാഫ ഗേറ്റിലൂടെ പ്രവേശിച്ചാണ് ജെറുസലേമിലേക്ക് കടന്നത്. അപ്പം ഞാൻ ആ ഗൈഡിനോട് അപ്പം തന്നെ ചോദിച്ചു, എന്താ ഇങ്ങനെ ഈ പേരിട്ടിരിക്കുന്നത്? പറഞ്ഞു, ഓട്ടോമൻ ചക്രവർത്തിമാരായ, അതായത് ടർക്കി കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന രാജാക്കന്മാർ 12ാം നൂറ്റാണ്ടിൽ ജെറുസലേം ഇസ്രായേലൊക്കെ പിടിച്ചെടുക്കുകയും പിടിച്ചെടുത്ത് അവരുടെ ഭരണം ആരംഭിച്ച സമയത്ത് ആരംഭിച്ചു. 16ാം നൂറ്റാണ്ടിൽ എത്തിയ സമയത്ത് മഹാനായ സുലൈമാൻ ദ മാഗ്നിഫിഷ്യന്റ് എന്നൊക്കെ വിളിക്കുന്ന ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ ഈ ഗേറ്റുകളൊക്കെ ഒന്ന് പുനരുദ്ധരിക്കുകയും നന്നാക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ പുതിയ പേരുകൾ കൊടുത്തതാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, ഒരു കൗതുകത്തിൻ്റെ പേരിൽ ചോദിച്ചു, അപ്പോൾ പഴയ പേരുകൾ എന്താണ്? അപ്പോൾ പറഞ്ഞു, പഴയ പേരുകളൊന്നും ഈ ഗൈഡിനെ അറിയില്ല. അപ്പം അന്ന് യാത്രയിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, നെഹമ്യ പ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ ശരിക്കുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ടോ? അതിനുശേഷം പിന്നീട് ഇത് 2012 സംഭവമാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു 3 മാസത്തോളം രോഗബാധിതനായി വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ നെഹമ്യ പ്രവചന പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം ശരിക്കും ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരമൊരുക്കി. അപ്പോഴാണ് ഈ കവാടങ്ങളുടെയൊക്കെ ശരിയായ പേരും ഡീറ്റെയിൽസൊക്കെ കിട്ടിയത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ പുതിയ പേരുകളും സാധിക്കുമെങ്കിൽ സമയം അനുവദിക്കുന്നെങ്കിൽ പഴയ പേരുകളുമായി ബന്ധപ്പെട്ട്
ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആത്മീയമായ അർത്ഥവും അതോടൊപ്പം തന്നെ അതിൻ്റെ ബാഹ്യമായ അർത്ഥവും മനസ്സിലാക്കാനും പഠിക്കാനും നമുക്കൊരു പരിശ്രമം നടത്താം. അപ്പോൾ ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ പഴയ നിയമത്തിലെ പ്രവാചകനായ ചെറിയ പ്രവാചകരിൽ ഒരാളെ ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഈ ജാഫ ഗേറ്റിന്റെ ഇതിന്റെ ജെറുസലേമിന് ചുറ്റുമുള്ള മതിലിന്റെ പടിഞ്ഞാറൻ ഭാഗത്തൂടെയുള്ള പ്രവേശന കവാടത്തെയാണ് ഈ ജാഫ ഗേറ്റ് എന്ന് വിളിക്കുന്നത്. മലയാളം ബൈബിളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് യോപ്പ എന്ന ഒരു നഗരത്തെ കുറിച്ച് പറയുന്നത്. അവിടെയാണ് പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുകൽപ്പണിക്കാരനായ ശിമോന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു. അവിടെ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. ആകാശത്ത് നിന്ന് വലിയൊരു വിരിപ്പിറങ്ങി വരുന്നു. അതിൽ പലവിധ മൃഗങ്ങളുണ്ട്. മൃഗങ്ങളെ കൊന്ന് തിന്നുവാനായിട്ട് നിർദ്ദേശിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പത്രോസ് വ്യാഖ്യാനിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തത് ഈ യോപ്പ നഗരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ തുറമുഖ നഗരമായ യോപ്പ അല്ലെങ്കിൽ ജാഫ, അവിടെ നിന്ന് ജെറുസലേം നഗരത്തിലേക്ക് വരുന്ന കവാടം ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു ലയൺസ് ഗേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവാടം കാണുന്നു. ഈ ലയൺസ് ഗേറ്റിന്റെ അടുത്താണ് സ്തെഫാനോസിന്റെ രക്തസാക്ഷിത്വം നടന്നത്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നത് അതിന്റെ അടുത്ത് വെച്ചിട്ടാണ്. ഇത് കിഴക്ക് ഭാഗത്തുള്ള മതിലിൽ നിന്നാണ് ഇതിന് എൻട്രൻസ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഈ ലയൺസ് ഗേറ്റ് എന്ന് പേരിട്ടിരിക്കുന്നത് എന്ന് അന്ന് ഗൈഡ് പറഞ്ഞു തന്ന ഒരു ഉത്തരം, ഈ ഓട്ടോമൻ ചക്രവർത്തിമാർ ഇത് പിടിച്ചടക്കിയതിന് ശേഷം മാംലൂക്ക് എന്ന് പറയുന്ന മറ്റൊരു രാജവംശമാണ് അന്ന് ഭരിച്ചിരുന്നത്. അവരിൽ നിന്നാണ് ഓട്ടോമൻ ചക്രവർത്തി ഇത് പിടിച്ചെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ 2 പുലികളുടെ, ലെപ്പേർഡ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചത്, മുഖങ്ങൾ അവിടെ ആലേഖനം ചെയ്ത ഒരു ഈ ലയൺസ് ഗേറ്റ് എന്ന് വിളിക്കുന്ന ഗേറ്റിൻ്റെ അവിടെ വെച്ചിരുന്നു. അത് യഥാർത്ഥത്തിൽ പുലിയുടെ മുഖമാണ്. പക്ഷെ അന്ന് എന്തോ ആളുകൾ അത് സിംഹത്തിൻ്റെ മുഖമാണെന്ന് പറയും. അതിന് സിംഹകവാടം എന്ന് പേരിടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ 4ാമത് കാണുന്ന ഒരു ഗേറ്റാണ് ഹെറോദ് ഗേറ്റ്. മഹാനായ ഹെറോദ് എന്ന് വിളിക്കുന്ന ഹെറോദ് ഗ്രേറ്റ് എന്ന രാജാവ് ജെറുസലേമിലെ സോളമൻ പണിത ദേവാലയം പരിപൂർണമായി നശിച്ചു പോയതിനു ശേഷം ഈ ദേവാലയം, അതിന് ചുറ്റുമുള്ള മതിലുകളൊക്കെ പുതുക്കി പണിതു. യേശു ശിഷ്യന്മാരോടൊപ്പം പോയിട്ട് ഈ ദേവാലയം ചുറ്റി നടന്ന് കാണുന്ന സമയത്താണ് യേശു പറയുന്നത്, ഈ ദേവാലയം നശിപ്പിച്ച 3 ദിവസത്തിനുള്ളിൽ ഞാൻ പുനർനിർമ്മിക്കും എന്നൊക്കെ പറയുന്നു. അപ്പൊ യേശു തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത്. ജനത്തിന് മനസ്സിലായില്ല. അപ്പൊ പറയുന്നത് 4 സംവത്സരം കൊണ്ടാണ് ഈ ദേവാലയം പണിത് ഉയർത്തിയത്. അതായത് 40 വർഷം കൊണ്ടാണ് ഹെറോദ് രാജാവ് ഈ ദേവാലയം പണി പൂർത്തീകരിച്ചത്. അപ്പൊ ആ പൂർത്തീകരിച്ച സമയത്ത് അവിടെ മുൻപുണ്ടായിരുന്ന ഒരു ഗേറ്റിന് വടക്ക് ഭാഗത്തു നിന്നുള്ള പ്രവേശനം നടക്കുന്ന, അതിനെ ഫ്ലവർ ഗേറ്റ് എന്നൊക്കെ പറയാറുണ്ട്, ആ ഗേറ്റിന്റെ പേര് ഹെറോദ് ഗേറ്റ് എന്നാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്തു. 5ാമത് ഒരു ഗേറ്റ് കാണുന്നുണ്ട്. അതിനെ സിയോൻ ഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സിയോൻ ഗേറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കാണുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ പിലാത്തോസിന്റെ അരമനയിൽ ഗബാത്ത കൽത്തളത്തിൽ വിചാരണ നടത്തി എന്ന് പറയുന്നത് ഈ സിയോൻ ഗേറ്റിന്റെ അവിടെ വെച്ചിട്ടാണ്. അവിടെയാണ് ഇപ്പോഴും ജെറുസലേമിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണാം, ജെറുസലേം, ഈ വാൾഡ് സിറ്റി ഓഫ് ജെറുസലേം എന്ന് പറയുന്നിടത്ത് 4-3 സ്ഥലത്തും പലസ്തീനികളും അറബികളും ആയിട്ടുള്ള മുസ്ലിം മതവിശ്വാസികളാണ് 4-3 സ്ഥലത്തും താമസിക്കുന്നത്. 4-1 ഭാഗത്താണ് യഹൂദന്മാർ താമസിക്കുന്നത്. യഹൂദന്മാർ താമസിക്കുന്ന സ്ഥലത്തിലേക്കുള്ള പ്രവേശന കവാടത്തെയാണ് ഈ സയൺ ഗേറ്റ്, സിയോൻ ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പലപ്പോഴും പാട്ടൊക്കെ പാടുന്നത്, സിയോൻ യാത്രയിൽ ജനമേ ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ പാട്ടിന്റെ വരികളുമായിട്ട് ഇതിൽ നിന്ന് താരതമ്യത്തിൽ ചിന്തിക്കാം. അപ്പോൾ യേശുവിനെ വിചാരണ നടത്തിയ സ്ഥലത്തിന് അടുത്താണ് സിയോൻ ഗേറ്റ്. 6ാമത് ഒരു ഗേറ്റ് നമ്മൾ കാണുന്നുണ്ട്. അതിനെ ഡങ് ഗേറ്റ് എന്നാണ്. ഡങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ്, മാലിന്യം, റബിഷ് അല്ലെങ്കിൽ ചാണകം എന്നൊക്കെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. മനുഷ്യരെയും മൃഗങ്ങളുടെയൊക്കെ വിസർജന വസ്തുക്കളെയാണ് ഡങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ ഇത് മൗണ്ട് ഒലീവിനോട് ചേർന്ന്, അല്ലെ യേശു പ്രാർത്ഥിച്ച് രക്തം ഉയർത്തു എന്നൊക്കെ പറയുന്നതിന് ചേർന്നുള്ള കവാടമാണ് ഈ ഡങ് ഗേറ്റ്. ഇത് വളരെ ചെറിയൊരു ഗേറ്റാണ്. ജെറുസലേം പട്ടണത്തിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ട് കളയാൻ വേണ്ടി ഈ ഗേറ്റിലൂടെയാണ് കടന്നുപോയി കൊണ്ട് കളഞ്ഞത്. നമ്മൾ ഹീനോൻ താഴ്വര എന്നൊക്കെ പറയുന്നത് ഇതിനടുത്താണ്. കെടാത്ത അഗ്നി, ചാകാത്ത പുഴുക്കളുടെ ഇടം എന്നൊക്കെ പറയുന്നത് ഈ സ്ഥലത്തിനടുത്താണ്. പീലാത്തോസിന്റെ വിചാരണയ്ക്ക് ശേഷം അതിന് മുൻപ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു.
അങ്ങനെ ഒറ്റിക്കിട്ടിയ 30 വെള്ളി നാണയങ്ങൾ യൂദാസിന് മാനസാന്തരം ഉണ്ടായ സമയത്ത് ജെറുസലേം ദേവാലയത്തിൽ കൊണ്ട് കളയുന്നു. രക്തത്തിന്റെ വിലയായതുകൊണ്ട് അത് ദേവാലയത്തിൽ നിക്ഷേപിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് അതെടുത്തുകൊണ്ട് അവസാനം പുരോഹിതന്മാരൊരു തീരുമാനമെടുത്തു. ദേവാലയത്തിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഒരു പറമ്പ് മേടിക്കാൻ തീരുമാനിച്ചു. രക്തത്തിന്റെ വിലയായതുകൊണ്ട് ആ പറമ്പിന് അക്കൽദാമ എന്ന് പേരിട്ടു. അവിടെ വിജാതിയരെ സംസ്കരിക്കാനുള്ള ഒരു സ്ഥലമാക്കി അതിനെ മാറ്റുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ ഡങ്കേറ്റിലൂടെ പോകുമ്പോഴാണ് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. 7ാമത്തെ ഒരു ഗേറ്റാണ് ഗോൾഡൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് യേശു നമ്മുടെ ഓശാന ഞായറാഴ്ച വലിയ ആരവത്തോടു കൂടി ജെറുസലേമിലേക്ക് പ്രവേശിച്ചത് ഈ ഗേറ്റിലൂടെയാണ്. മാത്രമല്ല യേശുവിൻ്റെ 2ാം വരവും സംഭവിക്കുന്നതും ഈ ഗേറ്റിലൂടെ തന്നെ ആയിരിക്കും എന്നാണ് യഹൂദജനത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ സുവർണ ഗേറ്റ് എന്ന് പേരിട്ടു. പക്ഷെ ഇവിടെ ഈ പേരിട്ടതിൻ്റെ കാരണം ഈ സുലൈമാൻ ദ മാഗ്നിഫിഷ്യന്റ് എന്ന ഓട്ടോമൻ ചക്രവർത്തി നഗരത്തിലേക്ക് പ്രവേശിച്ചത് ഈ ഗേറ്റിലൂടെയാണ്. ജെറുസലേം പിടിച്ചെടുത്ത് ജെറുസലേം ദേവാലയം അതിൻ്റെ ഉള്ളിലുള്ള വസ്തുവകളൊക്കെ കാണാൻ വേണ്ടി പ്രവേശിച്ചത് ഈ ഗേറ്റിൻ്റെ ഉള്ളിലൂടെയാണ്. ആ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ കടന്ന ഗേറ്റ് ആയതുകൊണ്ട് ഇനി ആരും ഇതിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ കവാടം അടച്ചു കെട്ടുകയും ചെയ്തു. അടച്ചു കെട്ടുകയും ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നിൽക്കണം. ഒന്ന്, യേശു പ്രവേശിച്ച കവാടം, അതിലൂടെ ഈ സുലൈമാൻ പ്രവേശിച്ച് ദേശം പിടിച്ചെടുക്കുന്നു. ആ ദേശം പിടിച്ചെടുക്കുന്നതിന് ശേഷമാണ് പിന്നീട് എബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് പോയ സ്ഥലം ഉൾപ്പെടുന്ന സ്ഥലത്താണ് പിന്നീട് മുഹമ്മദ് നബി സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നാണ് മുസ്ലിം മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. അവിടെ തന്നെ ഉണ്ടായിരുന്ന പഴയ ജെറുസലേം ദേവാലയത്തിലെ ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റുകയും അവിടെ ഡോം ഓഫ് റോക്ക് എന്ന് പറഞ്ഞ പേരിൽ ഒരു മുസ്ലിം പള്ളി പണിത് വയ്ക്കുകയും ഇന്നും ഐക്യരാഷ്ട്രസഭയുടെയും ജോർദാൻ ഗവൺമെന്റിന്റെയും നിയന്ത്രണത്തിലാണ് ഈ ദേവാലയം നിലനിൽക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് അനുവാദമുണ്ട്. യഹൂദർ ഈ ദിവസം വന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള മതിലിൻ്റെ പുറത്ത് പോയിട്ട് വിലാപ മതിൽ എന്ന് വിളിക്കപ്പെടുന്ന ദ വെയിലിംഗ് വാൾ എന്ന് വിളിക്കുന്ന മതിലിൻ്റെ പുറത്ത് പോയി നിന്നുകൊണ്ടാണ് യഹൂദന്മാർ ഈ മതിലിൽ കൈവച്ചുകൊണ്ട് വീണ്ടും ഒരു ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി അവരിപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ടൂറിസ്റ്റുകൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ കടലാസിനടുത്ത് പ്രാർത്ഥനാ നിയമങ്ങളൊക്കെ എഴുതി ഈ മതിലിൻ്റെ വിടവുകളിലൊക്കെ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥനാ നിയമങ്ങൾ എഴുതി വെച്ചുകൊണ്ട് മലയാളികളായിട്ടുള്ള ആളുകളും അവിടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാണ് ഇവർക്ക് ഈ മതിലിൻ്റെ ഉള്ളിൽ പോയി കടലാസിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്തെങ്കിലും നിയമങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് പഠിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വിവിധ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സായിട്ട് വരുന്ന വൈദികരുടെ നേതൃത്വത്തിൽ വരുന്ന എല്ലാവരും കടലാസും പേനയൊക്കെ വിതരണം ചെയ്തിട്ട് എല്ലാവരും ഇത് എഴുതി വയ്ക്കുന്നത് കാണുന്നു. ഇങ്ങനെ 7 ഗേറ്റിലുള്ള സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഇസ്രായേലിൽ പോവുകയാണെങ്കിൽ ജെറുസലേം സിറ്റി ടൂർ എന്ന് പറഞ്ഞാൽ 7 ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ തന്നെ കാലത്ത് ഒരു 10:30 തുടങ്ങിക്കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ 4 മണിയാകുമ്പോഴേക്കും ഇത് അവസാനിക്കുകയും ചെയ്യും. ജെറുസലേമിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഇത് സാധിക്കുകയും ചെയ്യും. ഇത് ഭൗതികമായ ഒരു സ്ട്രക്ചറാണ്, എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് പഴയ നിയമത്തിൽ നെഹമ്യ പ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്ന യഥാർത്ഥത്തിലുള്ള ഈ ഗേറ്റുകളെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ ഒരു പരിശ്രമം നടത്തുകയും ചെയ്യും. ഒന്നാമത് കാണുന്നത് അജകവാടം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന പ്രവേശന കവാടമാണ്. ആടുകളെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നത് ഈ അജകവാടത്തിലൂടെയാണ് കൊണ്ടുവരുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഇത് അജകവാടത്തെക്കുറിച്ചുള്ള പരാമർശം കാണുന്നത് നെഹമ്യ പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവാക്യത്തിൽ. 2 നമ്മൾ കാണുന്നത് മത്സ്യ കവാടം എന്നുള്ള പരാമർശമാണ് കാണുന്നത്. യെരമ്യാ പ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലാണ് ഈ മത്സ്യ കവാടത്തെക്കുറിച്ച് പറയുന്നത്. മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ മത്സ്യത്തെ പിടിക്കുകയും വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് ഈ മത്സ്യ കവാടത്തിലൂടെ കൊണ്ടുവരികയും ആ കവാടത്തിൻ്റെ സമീപ പ്രദേശങ്ങളാണ് വിൽപ്പന വ്യാപാരമൊക്കെ നടത്തുകയും ചെയ്തിരുന്നത്. 4-ാമത് നമ്മൾ കാണുന്നത് പുരാതന കവാടം എന്ന് വിളിക്കപ്പെടുന്ന കവാടമാണ്. യെരമ്യാ പ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവാക്യത്തിലും യെരമ്യാ പ്രവചന പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിലും ഈ പുരാതന കവാടത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. 4-ാമത് നമ്മൾ കാണുന്നു താഴ്വാര കവാടം, ദ വാലി ഗേറ്റ് എന്നാണ് പറയുന്നത്. യെരമ്യാ പ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഈ ദ വാലി ഗേറ്റിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ
സാധാരണഗതിയിൽ ആളുകൾ ഒരു എളിമപ്പെടുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും അതിന് ആത്മീയാർത്ഥങ്ങളുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വ്യാഖ്യാനങ്ങൾ നമുക്ക് ഓരോ ദിവസങ്ങളിൽ കേൾക്കാം. അഞ്ചാമത് നമ്മൾ നേരത്തെ കേട്ട ഡംഗേറ്റിൻ്റെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സമയത്ത് നെഹമ്യാ പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ചവറ് വാതിൽ എന്നാണ് കൊടുത്തത്, അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ട് കളയാൻ ഉദ്ദേശിക്കുന്ന വാതിൽ എന്നാണ്. ഒന്ന് യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ഈ മലിന വസ്തുക്കൾ കളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുംഭസ്ഥാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആത്മീയ ചിന്തകൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. 6-ാമത് നമ്മൾ കാണുന്നതാണ് ഉറവ വാതിൽ, അല്ലെങ്കിൽ ദ ഫൗണ്ടൻ ഗേറ്റ് എന്ന് പറയുന്നത്. യേശു തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ജീവജലത്തിൻ്റെ അരുവി എന്നൊക്കെ പറയുന്നത് ഈ ഫൗണ്ടൻ ഗേറ്റിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ വായിക്കുന്നത്. ധർമ്മപ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിലാണ് ഈ ഉറവ വാതിൽ എന്ന പദപ്രയോഗം നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തുടർന്ന് കാണുന്നു ജലകവാടം എന്ന് നമ്മൾ വായിക്കുന്നു. ധർമ്മപ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവാക്യത്തിലാണ് ഈ ജലകവാടത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. തുടർന്ന് നമ്മൾ അശ്വകവാടം എന്ന പദപ്രയോഗം കാണും. 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിലാണ് ഈ അശ്വകവാടത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അശ്വം എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം കുതിര എന്നാണ്. എഫെസോസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ 18 വരെ കാണുന്ന ആത്മീയ സമരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആത്മീയ ചിന്തകളാണ് ഇതിൽ നിന്ന് വിവേചിച്ച് എടുക്കാൻ ഉള്ളത്. 9-ാമത് നമ്മൾ കാണുന്നു കിഴക്കേ കവാടം എന്ന് വിളിക്കുന്നു. നെഹമ്യാ പ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിലാണ് കിഴക്കേ കവാടത്തെക്കുറിച്ച് പരാമർശം നമ്മൾ കാണുന്നത്. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളിലും നമ്മളിത് കാണുന്നുണ്ട്. യേശുവിൽ കടന്നു വരുന്ന ആളുകൾ ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണെന്നുള്ളൊരു ചിന്തയാണ് ഇതിനകത്ത് നമ്മൾ വായിക്കുന്നത്. 10-ാമത് നമ്മൾ കാണുന്നു ഒരു പരിശോധന കവാടം, ഇൻസ്പെക്ഷൻ ഗേറ്റ് എന്ന് പറയുന്നത്. നെഹമ്യാ പ്രവചന പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിലാണ് ഈ പരിശോധന കവാടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു ആധ്യാത്മിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചിന്തകളാണ് ഇത് വരുന്നത്. ഇതൊക്കെ ഭൗതികമായിട്ട് ഓരോ കവാടങ്ങൾക്ക് ഓരോ പേര് കൊടുത്തെങ്കിലും നമ്മൾ ആത്മീയമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിവേചിച്ചറിയണം. ഓരോ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിവർത്തനത്തെയാണ് ഇത് നമ്മൾ എടുക്കേണ്ട ആത്മീയമായ അർത്ഥം. നമ്മൾ വായിക്കുന്നുണ്ട്, നാമാൻ എന്ന സിറിയൻ സൈന്യത്തിൻ്റെ തലവനായിരുന്ന വ്യക്തി കുഷ്ഠരോഗം ബാധിച്ച് എലീശ പ്രവാചകനെ കാണാൻ വരുന്ന സമയത്ത് പറയുന്നുണ്ട്, ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുവാനായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം അത് നിരസിച്ചെങ്കിലും പിന്നീട് അത് ചെയ്യുന്നു, അദ്ദേഹം സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു ആത്മീയ സൗഖ്യത്തിൻ്റെ പ്രാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ 10 കവാടങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത് ഈ 10 കവാടങ്ങൾ ആത്മീയമായിട്ട് നമ്മളെ എന്ത് പഠിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠനവിധേയമാക്കേണ്ടത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. അജകവാടം എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സാധാരണഗതിയിൽ ആടുകളെ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന ആടുകളെ കടത്തിവിടുന്ന അവിടെ പരിശോധന നടത്തിയിട്ടാണ് അകത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. ബലി അർപ്പിക്കാൻ വരുന്ന ആടുകളെ കൊണ്ടുവരാത്ത ആളുകളെ അവിടെ നിന്ന് ആടുകളെ വാങ്ങി ബലിയർപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് സുവിശേഷം വായിക്കുന്ന സമയത്ത് അജകവാടം എന്ന് പറയുന്ന സമയത്ത് ആടുകളെ കൊണ്ടുവരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയാർത്ഥമുണ്ട്. യേശു സ്നാപയോഹന്നാന്റെ മുൻപിൽ കടന്നു വന്നുകൊണ്ട് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുന്ന സമയത്ത് സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജകവാടത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി ആടുകളെ കൊണ്ടുവരുന്നു, ബലി കൊടുക്കുന്നു. എന്നാൽ യേശു ജ്ഞാനസ്നാനത്തിന് വരുന്ന സമയത്ത് വന്ന് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാപയോഹന്നാൻ വിളിക്കുന്നു. അപ്പൊ എന്താണ് ഈ അജകവാടത്തിന്റെ പ്രത്യേകത? യേശു തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനാണ് വാതിൽ, എന്നിലൂടെ എല്ലാവരും പ്രവേശിക്കുന്നില്ല, ഞാനാണ് നല്ല ഇടയൻ, ആടുകൾ എൻ്റെ സ്വരം കേൾക്കും എന്ന് പറഞ്ഞാൽ യേശുവിനെ ഇടയനായും നമ്മളെ ആടുകളുമായിട്ട് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ യേശു തന്നെ പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പ്രാർത്ഥന ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളെ സഹായിക്കണമേ, ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ് ഹാവ് മേഴ്സി ഓൺ us എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് യേശു ഒരു ബലിമൃഗം അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു കുരിശിൽ മരിക്കുന്നു. യേശുവിൻ്റെ കുരിശിലെ ബലിയിൽ വിശ്വസിക്കും. യേശു ചിന്തിയ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട് എന്ന് വിശ്വസിക്കുകയും
അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഈ 10 കവാടങ്ങളിലൂടെ അജകവാടം, മത്സ്യകവാടം, പ്രാചീന കവാടം, അല്ലെങ്കിൽ പുരാതന കവാടം, ചവറുവാതിൽ, ഉറവവാതിൽ, ജലകവാടം, അശ്വകവാടം, കിഴക്കൻ കവാടം, പരിശോധന കവാടം എന്ന് പറഞ്ഞ് ഈ 10 കവാടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതൊരു സർക്കുലർ ഷേപ്പിലാണ് വരുന്നത്. ഒന്ന്, നമ്മൾ അജകവാടത്തിലൂടെ കടന്നു വന്ന് ഈ കവാടങ്ങളിൽ കടന്ന് അവസാനം മത്സ്യകവാടത്തിൽ വന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ മത്സ്യകവാടം എന്ന് പറയുന്ന സമയത്ത് എന്താണെന്നുള്ള ചിന്ത യേശു പത്രോസിനോട് പറയുന്നുണ്ട്. മത്സ്യം പിടിച്ച് വന്ന പത്രോസിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തെക്കുറിച്ചാണ് ഈ മത്സ്യകവാടം നമ്മളെ പഠിപ്പിക്കുന്നത്. അജകവാടത്തിൽ യേശുവിൻ്റെ ബലിയും ക്രൂശീകരണവും, കുരിശിലെ മരണവും, രക്തം ചിന്തിയുള്ള മരണവും, രക്തത്താലുള്ള പാപമോചനത്തെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് മത്സ്യകവാടം സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുന്നു. യേശു തന്ന സുവിശേഷം ലോകം മുഴുവൻ കടന്നു ചെന്ന് സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുക എന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ചുമതല, ദൗത്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ 10 കവാടങ്ങളെക്കുറിച്ച്, അതിൻ്റെ ആത്മീയമായ തലത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പരിശ്രമിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ചേരുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതമായ ദൈവമേ, ഈ സുവിശേഷ സന്ദേശം ഇന്നേ ദിവസം പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചതിന് ഓർത്ത് ദൈവമേ ഞങ്ങളോട് നന്ദി പറയും. കർത്താവെ, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്ത മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ദൈവമേ നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ.